ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഉറക്കത്തിന് എണീറ്റുള്ളൂ. സമയം ഇപ്പോൾ 5 മണിയാണ് കേട്ടോ. വൈകുന്നേരം ഈവനിങ് 5 മണിയായി. ഞാനും കുഞ്ഞും കിടന്ന് നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കം എന്ന് വെച്ചാൽ നല്ല ഉറക്കം. അപ്പോൾ എണീറ്റ് എനിക്ക് ചെറിയൊരു മടി പിടിച്ചൊരു വീഡിയോ എന്താ പറയുക, രാവിലെ മുതൽ ഞാൻ മടി പിടിച്ച് അപ്പം ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഉഷാറാകണം. നാളത്തേക്ക് ചോറ് കിട്ടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓർത്തിട്ട് തന്നെ മടി വരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എനിക്ക് കുഞ്ഞാറ്റയും കുളിക്കണം. പിന്നെ താഴെ പോയി ചായ ഇട്ട് കുടിക്കണം. കുടിച്ച് കഴിഞ്ഞിട്ട് പയ്യനെ ഒരു എനർജി ഒക്കെ ആയി കഴിയുമ്പോൾ പയ്യനെ ബാക്കി തുടങ്ങാം. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ഓക്കെ, ഞാനും കുഞ്ഞാച്ചിയും. അവളും ഇപ്പോഴാണ് എണീറ്റത്, ഞാൻ എപ്പോഴും എണീറ്റ്. എൻ്റെ മോൻ കണ്ടു നല്ല സുഖമുള്ള ഉറക്കം. നമ്മൾ കുളിച്ചിട്ട് വരാട്ടാ. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഷാമ്പൂവിന് പകരം ഉപയോഗിക്കുന്നതാണിത്. നേരത്തെ ഷാമ്പു ഉപയോഗിക്കുമായിരുന്നു. ഷാമ്പു ഇപ്പം ഞാൻ ഒത്തിരി ഉപയോഗിക്കുകയാണ്. ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നത് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്ത് പയ്യനെ ഷാമ്പു മാറ്റിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. കാർത്തികയുടെയാണ് കേട്ടോ, ഹെർബൽ പൗഡർ. ഇന്നതിപ്പോൾ അത്യാവശ്യം എനിക്ക് മുടി കൊഴിച്ചിലൊന്നുമില്ല, നല്ലതായിട്ടുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് പെട്ടെന്നൊരു അൽക്കുലത്ത് കുളിയായിരുന്നു. അതിനൊക്കെ കഴിഞ്ഞ് പടിയെന്ന് വന്ന് ഇനി ചായ കുടിക്കണം. ഭയങ്കര ടെൻഡൻസി ചായ കുടിക്കാൻ. ചായ കുടിച്ചാൽ ഞാനൊന്ന് ഫ്രഷ് ആവും. ചായ കുടിക്കണം. പിന്നെ അപ്പുറത്തെ വീട്ടിലെ രമ്യ ചേച്ചി കപ്പ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കപ്പ പോയി മേടിച്ചിട്ട് വരണം. ചെറിയ പണി. അപ്പോൾ ചെറിയൊരു വ്ളോഗ്. വെറുതെ ഇരുന്ന് മൂഡ് ഓഫ് ആവുന്നു. ഇന്നത്തെ ദിവസം ഫുള്ള് ബോറടിച്ച് കിടന്ന് ഉറങ്ങി തീർത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച വൈകുന്നേരം ചെറിയൊരു വ്ളോഗാവുമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകാം. ചായ ഇടാം. കുളി കഴിഞ്ഞ് കുഞ്ഞുമണിനെ കുളിപ്പിച്ച് ഞാൻ നേരെ താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോയി ചായ ഇട്ട് കുടിക്കും. വീട്ടിൽ വേറെ ആരുമില്ല. അമ്മ ചിറ്റയുടെ വീട്ടിലാണ്. പിന്നെ മാമൻ പുറത്ത് പോയി. ഹസ്ബൻഡ് വരെ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ എന്തോ പറയാനാ, ടി വിയിലൊന്നും നല്ല പ്രോഗ്രാമൊന്നുമില്ല. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഒരു ഗുണമില്ല പ്രോഗ്രാമുകളൊക്കെ. അപ്പോൾ അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഫോണിൽ യൂട്യൂബെല്ലാം നോണ്ടി ഓൾമോസ്റ്റ് എല്ലാം കണ്ടു തീർത്തെന്ന് പറയാം. അതേപോലെ നമുക്ക് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് മടുക്കുമല്ലോ. യൂട്യൂബും മടുക്കും, ഫേസ്ബുക്കും മടുക്കും, നോക്കി മടുക്കും. താഴെ പോവാന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ താഴത്ത് പോട്ടെ. താഴത്ത് പോയി ചായ ഇടുന്നു. താഴെ പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്തതിനകത്തൊന്നും എനിക്ക് വോയിസ് എൻ്റെ കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. സൗണ്ട് വളരെ കുറവായിരുന്നു കേട്ടോ. അതാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ താഴെ വന്നിട്ട് ആദ്യം ഫസ്റ്റ് ചായ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ ഇട്ട് കുടിക്കാമെന്നല്ല ആദ്യം വിചാരിച്ച്. ചായ ഇട്ടുകൊണ്ടിരിക്കാനെ കൊണ്ട് പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചായ ഇടാൻ വേണ്ടി എടുത്തേക്ക് ഒരാൾ വെള്ളം ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ അവൾക്ക് വെള്ളം എടുത്ത് കൊടുത്ത് ഞാൻ പാലെടുത്ത് അടുപ്പേ വെച്ച്. ഇപ്പം എനിക്ക് മാത്രം ചായ മതി. മാവ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം അമ്മയില്ലല്ലോ, അമ്മ ചിറ്റയുടെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് മാത്രം ചായ മതി. എനിക്ക് മാത്രം ചായ ഇട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന് പഞ്ചസാര ഇരക്കുന്നുണ്ട്. വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മളങ്ങ് കൊടുത്തു പോകും. അപ്പം ഞാനങ്ങനെ കൊടുത്ത് കുറച്ച് പഞ്ചസാര. ഭയങ്കര സന്തോഷമാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് നിൽക്കില്ല. പിന്നെ അത് ചായപ്പൊടിക്ക് പകരം മഞ്ഞപ്പൊടി എടുത്തുകൊണ്ട് പോകാൻ പോയി. ഇപ്പോൾ അതിനകത്തിടാൻ നോക്കിയില്ലാന്ന് ഞാൻ കൊണ്ടിട്ടേനെ. ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ വന്നിരുന്ന് ഹായ് പറയാട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് പറയുകയൊക്കെ ചെയ്യും. ഞാനിങ്ങനെ ചെയ്യുന്ന കാണുമ്പം അവളും വന്ന് ഓരോന്നൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യും. തന്നെ മൊബൈൽ എടുത്തിട്ട് അമ്മ ഫോട്ടോ എടുക്കുന്നൊക്കെ പറയും കേട്ടോ. പിന്നെ പാല് കുറേ നേരം വാങ്ങി നോക്കി നിൽക്കുന്നത്. പാല് തിളയ്ക്കുന്നേയില്ല. നോക്കി നിന്നല്ല, എന്നെപ്പോലെ തന്നെയല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ നോക്കി നിന്നാൽ പാല് തിളയ്ക്കൂലല്ലോ. അങ്ങനെ ഞാൻ കുറേ നേരം നോക്കി ഇരുന്ന് തിളയ്ക്കുന്നേ ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ടൊന്ന് മാറി ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണം തിളച്ച് പോകും. അങ്ങനത്തെ സ്വഭാവമുണ്ട്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടാ. ഞാൻ മാത്രമല്ലെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് മാത്രമല്ല ഇതുള്ള കുഞ്ഞിൻ്റെ ടർക്കിയാണ് എടുത്ത് തലയിൽ കെട്ടിയേക്കുന്നത്. നനഞ്ഞ തോർത്ത് നനഞ്ഞത് എനിക്ക് തലയിൽ കിട്ടുന്നത് ഇഷ്ടമല്ല. ഉണങ്ങിയ തുണി വേണം തലയിൽ കിട്ടുന്നത്, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. എനിക്കും അങ്ങനെയാണ്. ഉണങ്ങിയ തുണി വെച്ച് തല തോർത്തി കെട്ടി വെക്കണം. അപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ടർക്കി കിട്ടി, അതെടുത്ത് തലയിൽ കെട്ടി വെച്ച്. അപ്പോൾ അങ്ങനെ ചായ തിളച്ച് പൊങ്ങി വരാറായിരുന്നു. അപ്പം സ്പൂൺ ഇളക്കി കൊടുത്ത്. ചായപ്പൊടി ഇല്ലെങ്കിൽ കലങ്ങൂല, മണ്ടയ്ക്ക് പൊങ്ങി വന്നിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് കിട്ടുകയുള്ളൂ.
അപ്പോൾ എന്തൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ചായ തിളച്ച് തൂകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോ അവസ്ഥ വരുന്ന എൻ്റെ ചായ തിളച്ച് പോയി പാത്രമല്ല അവിടെ എല്ലാം പാത്രത്തിലും സ്റ്റൗവിലും എല്ലാം വീണ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കതൊന്നും റെക്കോർഡ് ശരിക്കും കിട്ടിയില്ല, വോയിസ് കേൾക്കുന്നില്ല. ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, ഞാൻ പറയുന്നതിൻ്റെ ആദ്യത്തെ പറഞ്ഞതിൻ്റെയൊക്കെ വോയിസ് വളരെ കുറവല്ലേ. അപ്പോൾ മൈക്ക് വർക്കാവുന്നില്ല, മൈക്കിന് ഭയങ്കര ഒരു കിരികിരാ സൗണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ മൈക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇനി വേറെ പുതിയ നല്ല ഒരെണ്ണം വാങ്ങിക്കണം. എൻ്റെ ഏറ്റവും റേറ്റ് കുറവ് നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം മൈക്ക് നോക്കിയിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഇച്ചിരി റേഞ്ചിലുള്ളത് വാങ്ങിച്ചാലേ മൈക്ക് നല്ല സ്മൂത്തായിട്ട് സൗണ്ട് കേൾക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഇനി അത് അങ്ങ് വാങ്ങിച്ചിട്ട് വെച്ചാൽ ഇനിയും നോർമൽ സൗണ്ട് ഞാൻ സംസാരിക്കുന്ന ഡയറക്റ്റേ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അതന്നെ പാലിൻ്റെ കാര്യങ്ങൾ തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇടുന്ന കാര്യങ്ങളോ അതിൻ്റെ ഇതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, കണ്ട മറന്നുപോയി. ഞാൻ എടുത്ത ചായ നേരെ എടുത്ത് അരിച്ച് വെച്ച് അത് കഴിഞ്ഞപ്പോഴേ ഗ്യാസ് ഓണായി കണ്ടത്. പിന്നെ ഞാൻ കണ്ട ഗ്യാസ് ഓണായി തന്നെ ഇരിക്കുക, ഞാൻ കണ്ടില്ല ഞാനത്. പിന്നെ ഞാൻ വന്നിട്ട് ഓഫ് ചെയ്ത് ചായ ഉണ്ട്, ഒരു കപ്പ് ചായ ഉണ്ട്. ഇത് ഞാൻ ഉടനെ ഒറ്റയടിക്ക് കുടിക്കൂല കേട്ടോ, ഇത് കുറച്ചായിട്ടേ കുടിക്കുകയുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ വെക്കും, ചെറുതായിട്ട് ചൂട് പോയി കഴിഞ്ഞ് മീഡിയം ചൂടില്ല, തിളച്ച ചായ കുടിക്കത്തില്ല. ചായ ഊതി കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല, നന്നായിട്ട് തണുത്തിട്ടേ കുടിക്കുകയുള്ളൂ, നല്ലതുപോലെ തണുക്കും. അത് വീട്ടിൽ പറയും തണുത്ത് ഒച്ച കുത്തിയ ചായ അവൾ കുടിക്കുകയുള്ളൂ എന്ന്. പക്ഷേ ഭയങ്കരമായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇഷ്ടം, അത് കട്ടൻ കാപ്പി അങ്ങനെ കുടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അതൊക്കെ ചായയൊക്കെ ആണെന്നുകൊണ്ട് ഒരു ചെറിയ ചൂട് വേണം. ഞാൻ പറഞ്ഞു വീട്ടിലിപ്പോൾ ആരുമില്ല, മാമൻ പുറത്ത് പോയേക്കുക, അപ്പം സന്ധ്യയായല്ല, ഇരുട്ടുണ്ട്, അപ്പം ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, കഥക് അടച്ചിട്ടേക്കുക, കാരണം പട്ടി കയറി വരും. അപ്പോൾ അതുകൊണ്ട് കഥ എപ്പോഴും അടച്ചിട്ടേക്കും. അപ്പം ഞാൻ പിന്നെ പോയി ലൈറ്റൊക്കെ ഇട്ട്, സന്ധ്യ ആയതുകൊണ്ട് മുറിക്കകത്ത് കർട്ടനൊക്കെ ഇട്ട് അടച്ചിട്ടേക്കുന്നുണ്ട്, മുറിയിലൊരു ഇരുട്ടുണ്ട്. അപ്പോൾ പിന്നെ കഥ തുറന്ന് വെച്ചാൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ബിസ്ക്കറ്റ് ചോദിച്ചു. ഞാൻ പിന്നെ അവൾക്ക് 2 ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ഇനി വേണം ചെടി നനയ്ക്കാൻ. ചെടി എന്നല്ല, എൻ്റെ ചെറിയൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നനയ്ക്കാൻ പോകണം ഇനി. അപ്പോൾ ഞാൻ അവൾക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് നേരെ ഇനി അങ്ങോട്ട് പോയിട്ട് ചെടി നനയ്ക്കാമെന്ന് വെച്ചു. നോക്കി സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ, മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡ് എടുത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ചെടിയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഫോൺ വെച്ച്. അപ്പോൾ ഫോൺ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരുത്തിക്ക് അവിടെ പോയി നിന്ന് കളി. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ച്, എൻ്റെ അടുത്തോട്ട് വിളിച്ച്, അല്ലെങ്കിൽ അവിടെ പോയി നിന്നിട്ട് ഒളിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യും ഫോണിലേക്ക്. അപ്പോൾ ഞാനത് താഴെ ഡയറക്റ്റ് തക്കാളി താഴെ നിൽപ്പുണ്ട്. അപ്പോൾ തക്കാളിയിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിക്കൂല, മേളിൽ പയറിൻ്റെ മണ്ടയിലേക്ക് വെള്ളം ചെപ്പി വിടും. അപ്പം അതിങ്ങനെ മഴ പെയ്യുന്ന മാതിരി താഴത്തേക്ക് വീഴുമല്ലോ, അപ്പം തക്കാളിയിലൂടെ വെള്ളം നന്നായിട്ട് വീഴും. അതായത് തക്കാളി ഒടിഞ്ഞു പോയി. ഞങ്ങൾക്ക് ഡയറക്റ്റ് വെള്ളം ഇങ്ങനെ മണ്ടയ്ക്കൂടെ തളിക്കുമ്പം അതിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം മഴവെള്ളം വീഴുന്ന പോലെ ഉണ്ടാവുള്ളൂ, വലിയ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൂടെ അങ്ങനെ വെള്ളം കുറേ ഒഴിച്ച്, അപ്പുറത്ത് എൻ്റെ 2 തുളസി നിൽപ്പുണ്ടായിരുന്നു, അതിനുമെല്ലാം കൊണ്ടുപോയി വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുത്ത്. കുറഞ്ഞ് തുളസിയാണ്, അപ്പോൾ അതിനെല്ലാം കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുത്ത്. എപ്പോഴും വന്ന് നോക്കാം കേട്ടോ, പുതിയത് എന്തെങ്കിലും വന്നോ. നിത്യവഴുതനെങ്കിൽ അങ്ങോട്ട് ശരിക്കും വരുന്നില്ല, പയറുമൊക്കെ അങ്ങോട്ട് മുരടിക്കാൻ തുടങ്ങുന്നു. എന്ത് പറ്റുകയെന്നറിയത്തില്ല. എനിക്കൊന്നൊരു ഈ സൈസ് ഈച്ച ഉണ്ടല്ലോ, അതിൻ്റെ നീര് ഉറ്റി കുടിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു പയർ ഒരു സെക്ഷൻ പയർ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്ത്. അപ്പോൾ പയർ നേരത്തെ നന്നായിട്ട് നീട്ടം വെച്ച് വന്ന പയറായിരുന്നു, നല്ലപോലെ അരിഞ്ഞാണപ്പയർ എന്നാണ് ഇതിന് പറഞ്ഞത്. അങ്ങനത്തെ പയറാണ് ഞാൻ നട്ടത്, അപ്പോൾ നന്നായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ നോക്കിയിട്ട് ശരിക്കും വരണേ ഇല്ല. ഞാൻ പിന്നെ അവിടെ പോയിട്ട് വളമൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് ഈച്ച കുത്തുന്നതാന്ന് പറഞ്ഞു. ഒരു ലിക്വിഡ് പോലത്തെ ഒരു മരുന്ന് തന്നായിരുന്നു, അതൊക്കെ ഒന്നും അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അതിൻ്റെ കാര്യം പറയുന്ന കേട്ടോ, പയർ ശോഷിച്ച് പോകുന്നു, ചെറിയ പയർ വരെയും മുരടിച്ച് പോകും. എന്ത് പറ്റിയെന്നാണ് ശരിക്കും അറിയത്തില്ല. ഈച്ചയാണെന്ന് നോക്കിയിട്ടൊന്നും ഞാൻ കാണുന്നുമില്ല. അങ്ങനെ അതൊരു സങ്കടമായി എനിക്ക്. പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കിയപ്പോൾ ബിസ്ക്കറ്റ് താന്ന് പറഞ്ഞാൽ അമ്മയെ വിക്കറ്റ് എന്ന് പറഞ്ഞു വന്നു. പിന്നെ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്ത് ഇനി വിളക്ക് വയ്ക്കണം. വിളക്ക് വെക്കാനെന്ന് പറഞ്ഞാൽ കൊതുകെന്ന് വെച്ചാൽ കൊച്ചിയിലെ കൊതുക് അറിയാമല്ലോ, സന്ധ്യ ആകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചത് കൊണ്ട് നന്നായിട്ട് കൊതുക് കയറി വരും. അതിനകത്തെല്ലാം കൊതുക് ഇരുന്ന് എല്ലാം ഇളകിയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ബ്ലഡിൻ്റെ മണവും പിടിച്ചിങ്ങി വരും അകത്തേക്ക് കൊതുക്. അപ്പം ഞാൻ പിന്നെ ഫസ്റ്റ് കൊതുക് തിരി കത്തിച്ചങ്ങ് വെച്ചു. ഇല്ലെങ്കിൽ കുഞ്ഞാച്ചി പിന്നെ പുറകെ അമ്മ കൊത്ത് എന്ന് പറഞ്ഞ് പുറകെ നടക്കും. എനിക്കൊരു ഇത് തരൂല, ചെവിക്ക് ഒരു സ്വസ്ഥത തരൂല, അങ്ങനെ പറഞ്ഞു നടക്കും. പിന്നെ അവിടെ മുറ്റത്തും കൊണ്ടുവന്ന കയറി വരുന്ന വാതിലിൻ്റെ അവിടെ ഒരു തിരി കത്തിച്ച് വെച്ച്, കൊതുക് തിരി ഇവിടെ മുറി ഹാളിൽ ഒരെണ്ണം കത്തിച്ച് വെച്ച്.
പിന്നെ ഞാൻ വിളക്ക് അവിടെ മാത്രമേ കത്തിച്ചുള്ളൂ. അമ്മയാണ് ഉണ്ടെങ്കിൽ നടയ്ക്ക് പോകും, വെളിയിൽ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ച് വെക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വിളക്ക് ഒന്നും വീട്ടിൽ കത്തിക്കാറില്ല. അമ്മയാണ് ചെയ്യുന്നത് മൊത്തം. അമ്മയല്ലെങ്കിൽ മാമനായിരുന്നു കത്തിക്കുന്നത്. അപ്പം മാമൻ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ വിളക്ക് വെച്ച്. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കുള്ള പിന്നെ ആണെങ്കിൽ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല, മടി പിടിച്ച ദിവസം വൈകുന്നേരമായിരുന്നല്ലോ. അപ്പോൾ ഇഷ്ടമല്ല പാത്രം ഉണ്ടായിരുന്നു. പാത്രമെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് ചോദിച്ചു. ഒരുപാട് പാത്രം കിടപ്പുണ്ടായിരുന്നു. എല്ലാം മടി പിടിച്ചിട്ട് ഞാൻ മാറ്റിയെടുത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ആ പാത്രമെല്ലാം കഴുകി വെച്ച് പിന്നെ നാളത്തേക്ക് ചോറ് കെട്ടണമല്ലോ. അപ്പോൾ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. അതാകുമ്പോഴത്തേക്കും ഒരു ഇപ്പോൾ 7 മണി ആകുന്നേ ഉള്ളൂ. അപ്പം പിന്നെ 10 മണി കിടക്കാറാകുമ്പോഴത്തേക്കും എടുത്ത് പിന്നെ റൈസ് കുക്കറിലേക്ക് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ അതെടുത്ത് ചോറ് ചൂടോടായിട്ട് തന്നെ ഫ്രഷായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് ചോറ് കെട്ടാൻ കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അരി കഴുകി ഇട്ട് കഴിഞ്ഞ ശേഷം ഇനി എന്തെങ്കിലും കറി വെക്കണം എന്നാണ് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കറി വയ്ക്കും. എല്ലാ വീട്ടമ്മമാരുടെ ഒരു വലിയൊരു ടാസ്ക്കാണ് ഡെയിലി എന്ത് കറി വയ്ക്കും അല്ലേ. എനിക്കും അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും എന്ത് കറി വയ്ക്കും. ഇന്ന് അവൾ പാട്ട് കാണുന്നത് തിരിച്ച് പാട്ട് പാടുന്ന കേട്ടോ സൗണ്ട് കേട്ടെ. അപ്പോൾ എന്ത് കറി വെക്കും എപ്പോഴും ഞാൻ ആലോചിക്കും. ഈ അരി അടുപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ നാളത്തേക്ക് എന്ത് കറി വയ്ക്കാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറേ നേരം ആലോചിച്ച് എന്ത് വെക്കുന്ന ആലോചിച്ച് കണ്ടുപിടിച്ച് ഞാൻ വെച്ച് രസം വയ്ക്കാം. അച്ചിങ്ങ മെഴുക്കുവരട്ടിയും വെച്ച് രസവും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ സിമ്പിൾ രസമാണ് കേട്ടോ. രസം വെക്കുന്നത് ഞാൻ വളരെ എളുപ്പത്തിലാണ് വയ്ക്കുന്നത്. ഫസ്റ്റ് കടുക് പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് ഉലുവയിട്ട് പിന്നെ ഉലുവയിട്ട് കഴിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചതെടുത്ത് വെച്ചേക്കും. അതിട്ട് ചുമ്മാ ഒന്ന് വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ തക്കാളി ഇടും. തക്കാളി നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്തായിരുന്നു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത്, പിന്നെ കായപ്പൊടി, ഇതെല്ലാം കൂടി ഇത്രയും കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കും. നന്നായിട്ട് ഒന്ന് പച്ചമണം പോകുന്നിടം വരെ ഇളക്കിയിട്ട് പിന്നെ ഞാൻ പുളിവെള്ളം കലക്കി ഒഴിച്ച് കറിവേപ്പില ഇട്ട് മല്ലിയില ഇപ്പോഴും വീട്ടിലുണ്ടാവില്ലല്ലോ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടും, അല്ലെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ട് എടുക്കും. ഇത് ഞാൻ പറഞ്ഞു മേക്കപ്പ് ഒന്നും മുഖത്തില്ല, മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും അല്ലേ. ഞാൻ മേക്കപ്പ് ഒന്നും ഇടും. ചില വീഡിയോക്കൊക്കെ ഞാൻ കാണുന്നത് എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഇനി എൻ്റെ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ലെന്നായി പറയുന്നത് കേട്ടോ. ആദ്യം കടുക് പൊട്ടിച്ചുണ്ടല്ലോ ഉലുവയാണ് അത് കേട്ടോ. അങ്ങനെ ഇട്ടെല്ലാം ഒന്ന് ഇത്രയും ഞാൻ പറഞ്ഞ പുളിവെള്ളം കൂടെ കലക്കി ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ രസം റെഡി. അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കുന്ന രസമാണ്. അങ്ങനെ രസവും വെച്ച് അച്ചിങ്ങ എടുത്ത് മെഴുക്ക് വരട്ടുകയും ചെയ്യും. അതായിരുന്നു അപ്പം ഞാൻ ഈ വെക്കുന്ന കാര്യങ്ങൾ കുറച്ച് വൈകിട്ടത്തേക്കൂടെ എടുക്കും കേട്ടോ. മൊത്തം നാളത്തേക്ക് മാറ്റി മാത്രം വെക്കൂല, വൈകിട്ട് കുറച്ച് എടുക്കും. പാട്ട് പഠിക്കാൻ വയ്ക്കും. മറ്റേ പുലിമുരുകൻ സിനിമയുണ്ട്, TV-യിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പാട്ട് കാണാമല്ലോ, മോഹൻലാലിൻ്റെയും അവരുടെയും കൂടെ ഒരു പാട്ടുണ്ടല്ലോ. ആ പാട്ട് കണ്ടപ്പോൾ ഒന്ന് പാടിയത് അവിടെ നിന്ന്. മൈക്കിൽ സൗണ്ട് കേൾക്കുന്നില്ല എന്നറിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് പാടിയൊക്കെ ചെയ്തായിരുന്നു. പാട്ടൊന്നും അറിയത്തില്ല കേട്ടോ. എൻ്റെ പാട്ട് കേട്ടാൽ കാളയോ പശുവോ എന്തേലും അയ്യത്ത് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് കയറും പൊട്ടിച്ചോണ്ട് ഓടും. അത്രയ്ക്ക് നല്ല വോയിസാണ് എൻ്റെ. അതുകൊണ്ട് പാട്ടൊന്നും പാടിയില്ല. അതിൻ്റെ ഇടയിൽ അവൾ വെള്ളം ചോദിച്ചുകൊണ്ട് വന്നു കേട്ടോ. വെള്ളം എടുത്തു കൊടുത്ത്. ഇതിനിടയിൽ ഞാൻ പറയുന്ന ഈ എങ്ങനെയാണ് രസം വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ടുള്ള രസം വെക്കും, നല്ല മണം വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. എല്ലാം വെച്ചിട്ട് കാണാനാണ്. അപ്പം അങ്ങനെ എല്ലാം വെച്ച് പയറലത്തി രസം വെച്ച് കണ്ട് ചട്ടിക്കകത്ത് വെച്ച് ഇനി ഇപ്പം കുറച്ചുകൂടെ പാത്രങ്ങളുണ്ട് എല്ലാം കഴുകിയിട്ട്. പിന്നെ അത്രയേ ഉള്ളൂ. ഭക്ഷണം കഴിക്കണം, കയറി കിടക്കണം. അപ്പം അത്രയേ ഉള്ളൂ ചെറിയൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ്. ടാറ്റാ, ബൈ ബൈ.